നാളെ മുതൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അടുത്ത 3 ദിവസം മഴ തുടരും. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സനസിയുണ്ട് വിവരങ്ങൾ നൽകാനായി. സനസ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് എങ്ങനെയാണ്? മറ്റു വിശദാംശങ്ങൾ. വരുന്ന 3 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ പ്രവചനമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. നാളെ ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. മറ്റന്നാൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. 11-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വരുന്ന 3 ദിവസവും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട 2 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. പത്തനംതിട്ടയിലും ഇടുക്കിയാണ് യെല്ലോ അലർട്ട് ഉള്ളത്. നാളെ മുതൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് സനിസ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. സനിസ, തുടരാം. സനിസയിലേക്ക് വളരെ വേഗം തന്നെ മടങ്ങി വരാം. സംസ്ഥാനത്ത് നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. അടുത്ത 3 ദിവസം പല ജില്ലകളിൽ മഴ തുടരും എന്നുള്ള റിപ്പോർട്ടാണ് ഈ ഘട്ടത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. സനിസ, തുടരാം. വരുന്ന 3 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. നാളെ ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മറ്റന്നാൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. 11-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സംസ്ഥാനത്ത് സാധ്യത. കൂടാതെ തന്നെ ഈ മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിലെ മലയോര മേഖലയിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് നിർദ്ദേശമുണ്ട്. ചില ഡാമുകളിൽ ഇപ്പോഴും റെഡ് അലേർട്ട് തുടരുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഡാമുകൾക്ക് അരികിൽ താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ എത്തുകയാണ്.